PPE കിറ്റ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. കുറഞ്ഞ വിലയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് പറഞ്ഞ കമ്പനിയെ അവഗണിച്ച് രണ്ടിരട്ടിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു VD സതീശന്റെ നിയമസഭയിലെ ആരോപണം. കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആരോഗ്യമന്ത്രിയുടെയും മറുപടി. കൊറോണ വ്യാപനത്തിനിടെ 2020 ഓഗസ്റ്റ് 23-ന് അനിത ടെക്സ്റ്റെക്കോട്ട് എന്ന കമ്പനിയിൽ നിന്ന് 550 രൂപ നിരക്കിൽ 25,000 PPE കിറ്റ് വാങ്ങാനാണ് ആദ്യം സർക്കാർ പദ്ധതിയിട്ടത്. എന്നാൽ കമ്പനി വില കുറയ്ക്കുന്നില്ല എന്ന കാരണത്താൽ വാങ്ങുന്ന കിറ്റുകളുടെ എണ്ണം കുറച്ചു. അതേ ദിവസം സാൻഫാർമയിൽ നിന്ന് രണ്ടിരട്ടി വിലയ്ക്ക് 15,000 കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പർച്ചേസ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവൻ രക്ഷാഉപാധികൾ വാങ്ങാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല നിലനിന്നത്. ജനങ്ങളുടെ ജീവനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നും PPE കിറ്റ് വിവാദത്തിൽ മുഖ്യമന്ത്രി. C&AG റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളി. ആ ഘട്ടത്തിലൊരു സാഹചര്യമില്ലേ? ആ സാഹചര്യം നമ്മളെ പലതും നിർബന്ധിക്കില്ലേ? അന്ന് എന്താ ചെയ്തത്? ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ഔദ്യോഗിക വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. ആവശ്യമായ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി അടിയന്തര ആവശ്യത്തിനായുള്ള സാധനങ്ങൾ അതിവേഗത്തിൽ ലഭ്യമാക്കാനാണ് നടപടികളെടുത്തത്. അതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: കാലതാമസം വരുത്തി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ആരോഗ്യ പ്രവർത്തകർ കിറ്റുകൾ ലഭിക്കാതെ മരിച്ചു വീഴുന്നത് തടയാനായിരുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലെന്ന് ആരോഗ്യമന്ത്രിയും സഭയിൽ വ്യക്തമാക്കി. മഹാമാരി കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ PPE കിറ്റിനും മറ്റും എല്ലാ സാമഗ്രികൾക്കും ദൗർലഭ്യം നേരിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയും PPE കിറ്റുകൾ അത് വാങ്ങണം, ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങി അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. നിയമസഭയിൽ വെച്ച C&AG റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയുള്ള പ്രതിപക്ഷ ആരോപണം. ജനം, തിരുവനന്തപുരം.